Hello all, welcome back to Learnino. So KTU BTech 2024 scheme S2 students ന് വേണ്ടിയിട്ടുള്ള റിവിഷൻ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ്. എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് മോഡ്യൂൾ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Okay, so first one, define business plan and its significance for startups. Business plan എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, സ്റ്റാർട്ടപ്പിൽ അതിനുള്ള സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഞാൻ മറ്റുള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ ക്വസ്റ്റ്യനും മാർക്ക് അനുസരിച്ച് വേണം നിങ്ങൾ എഴുതാനായിട്ട്. കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള എളുപ്പമുള്ള വഴി കേട്ടോ. സോ ഫസ്റ്റ് ഇവിടെ ഡിഫൈൻ ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്ലാൻ എന്താണെന്നുള്ളത് എഴുതണം. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ദ ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ ആൻഡ് ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് എന്തൊക്കെയാണ്, ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് എന്താണ്, അതിനെയാണ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ്, സ്റ്റാർട്ടപ്പിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ കിട്ടും. നമ്മുടെ ഏതൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും അതിന്റെ ഫൗണ്ടേഴ്സിന് കൃത്യമായിട്ടുള്ള വിഷൻ, മിഷൻ, ഗോൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ ഫണ്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ നമുക്ക് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യുക. അതായത് ഇപ്പം കസ്റ്റമേഴ്സിനോ പാർട്ട്നേഴ്സിനോ എംപ്ലോയീസിനോ ഒക്കെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ. സസ്റ്റൈനബിൾ ആയിട്ട് ഗ്രോത്ത് കൊണ്ടുവരാനും പറ്റും. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഐഡിയ ബേസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റോ സർവീസോ ചെയ്തു എന്നുള്ളതല്ല, അതിന് കൃത്യമായി ഒരു പ്ലാൻ വേണം. അത് 1 ഇയറിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, 5 ഇയറിലേക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ലോങ് ടേമിലേക്ക് നമ്മൾ എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക. അതായത് വെറുതെ കുറെ എസ്സേ പോലെ വലിച്ചു വാരി എഴുതിയത് കൊണ്ട് നമുക്ക് മാർക്ക് കിട്ടില്ല. പോയിന്റ്സിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ. അടുത്തത് ലിസ്റ്റ് ദ കമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി ഇൻ എ ബിസിനസ് പ്ലാൻ. ഒരു ബിസിനസ് പ്ലാനിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതുപോലെ തന്നെ സെയിൽസ് സ്ട്രാറ്റജി അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കമ്പോണൻസ് നോക്കാം. അതിൽ മാർക്കറ്റ് അനാലിസിസ് വരും, അതായത് ഇൻഡസ്ട്രിയുടെ ട്രെൻഡ്, കസ്റ്റമറുടെ നീഡ്, കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച്, പിന്നെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് നമ്മുടെ ഐഡിയൽ കസ്റ്റമർ. അതായത് ഓരോ ബിസിനസിനും ഓരോ ഐഡിയൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മള് ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ മെൻസ് വെയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, വിമനുള്ളതാണെങ്കിൽ അങ്ങനെ, കിഡ്സിനുള്ളതാണെങ്കിൽ അങ്ങനെ, ഫുഡ് ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ഐഡിയൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. കിഡ്സിനുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും, എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിൽ അങ്ങനെ. അത് പിന്നെ ബ്രാൻഡ് പൊസിഷനിങ്, അതായത് നമുക്കൊരു യുണീക് വാല്യൂ പ്രൊപ്പോസിഷൻ വേണം. അതായത് നമ്മുടെ ബിസിനസിനെ മറ്റുള്ളതിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്ന എന്തെങ്കിലും, അതിനെയാണ് നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത്. ബ്രാൻഡ് വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് മാർക്കറ്റിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് നമുക്ക് പേരോ അല്ലെങ്കിൽ അവരുടെ സിംബലോ ഐക്കണോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിലൊരു ട്രസ്റ്റ് ആണ് അല്ലെ. അങ്ങനെ ദെൻ മാർക്കറ്റിംഗ് ചാനൽസ്. മാർക്കറ്റിംഗ് ചാനൽസ് പറയുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ, ഇമെയിൽ മാർക്കറ്റിംഗ്, അല്ലാതെ ഓഫ്ലൈൻ മെത്തേഡ്സും ഒക്കെ വരും. പ്രൈസിങ് സ്ട്രാറ്റജി, അതായത് നമ്മളെ പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും പ്രൈസിങ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ. അഡ്വർടൈസിങ്, പ്രൊമോഷൻ, കസ്റ്റമർ എൻഗേജ്മെന്റ്, ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വരുന്ന കമ്പോണൻസ്. ഇനി അടുത്തത് സെയിൽസ് സ്ട്രാറ്റജിയിലെ കമ്പോണൻസ് പറയാം. സെയിൽസ് സ്ട്രാറ്റജീസിൽ വരുന്ന സെയിൽ ഗോൾ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, പ്രോസസ്, സ്റ്റാറ്റിക്സ്, എങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യണം, കസ്റ്റമറിനെ എങ്ങനെയാണ് അതായത് അക്യൂസിഷൻ ചെയ്യുന്നത്, അതായത് ഇപ്പൊ നമുക്കൊരു ലീഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അത് കൺവേർട്ട് ചെയ്യുന്നത്, സെയിൽസ് ചാനൽസ് എന്തൊക്കെയാണ്, അതായത് ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരിക്കാം, ഡയറക്റ്റ് സെയിൽ ആയിരിക്കാം, റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, സെയിൽസ് ടീമിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അതായത് എത്ര ഓരോരുത്തർക്കും എന്തൊക്കെയാണ് അവരുടെ റോള്, അവർക്ക് വേണ്ട ട്രെയിനിങ്, പെർഫോമൻസ് മെട്രിക്സ്. അതായത് സെയിൽസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ് പ്ലാനിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം. നമ്മള് സെയിൽസ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യേണ്ടത്, അത് ആരിലേക്ക് എത്തിക്കണം, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഈ ലീഡ് ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു വലിയ ഇതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ആർക്കാണോ ഉപയോഗപ്പെടുന്നത് ആ പൊട്ടൻഷ്യൽ കസ്റ്റമറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം അവരെ നമ്മുടെ പ്രൊഡക്റ്റിലേക്കോ സർവീസിലേക്കോ അട്രാക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യും. ലീഡ് ജനറേറ്റ് ചെയ്യുന്നത് ആഡ് വഴിയായിരിക്കാം. അതായത് ഇപ്പൊ നമ്മള്
ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ആഡ് കാണും അല്ലെ. അപ്പൊ സെയിൽസ് കോളുകൾ വരും നമുക്ക്, ഈ പ്രൊഡക്റ്റ് നല്ലതാണ്, ഈ സർവീസ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നമ്മളെ വിളിക്കുന്ന ഒക്കെ സെയിൽസ് കോളുകളാണ്. അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ അവരുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കുമ്പോഴാണ് ഈ സെയിൽസ് അതായത് ഈ ലീഡ് കൺവേർട്ട് ചെയ്തിട്ട് അതൊരു ബിസിനസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യണം, അതിനുള്ള മെത്തേഡ്, സ്ട്രക്ചർ, സെയിൽസിലേക്കുള്ള ആളെ എടുക്കുന്ന ഇതൊക്കെ ഈ പ്ലാനിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഈസ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടന്റ്? റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അല്ലെങ്കിൽ അതിന് ഒരു ടീം തന്നെ വലിയ വലിയ ബിസിനസ് എന്റിറ്റീസിലൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതായത് കൃത്യമായിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസും അതിന്റെ ഫിനാൻഷ്യൽ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് എന്താ പറയാ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഈ റിസ്ക് മാനേജ്മെന്റ് ടീം. അപ്പൊ ഈ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൃത്യമായി എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും, ഇഷ്യൂസ്, അത് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിരിക്കാം, HR റിലേറ്റഡ് ആയിരിക്കാം, ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിരിക്കാം, അത് ഐഡന്റിഫൈ ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണത്. അതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്? നമുക്ക് പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ലോസ് വരില്ല. അതായത് ഇപ്പോൾ കമ്പനി നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് കുറയുന്നു, സെയിൽസ് കുറയുന്നു എന്നോ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, ഇതൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്താൽ എന്താണ്, അതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറയുന്നു എന്ന് മനസ്സിലാവുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷെ അത് മനസ്സിലാവാതെ നമ്മൾ വീണ്ടും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുവാണെങ്കിൽ ഇതെല്ലാം അവിടെ കെട്ടിക്കിടക്കും അല്ലെ. അപ്പോ ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഫിനാൻഷ്യൽ ലോസ് കുറയ്ക്കാൻ പറ്റും, കൃത്യമായ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ റെപ്യൂട്ടേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഈ പറഞ്ഞ പോലെ റിസ്ക് മാനേജ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ കാര്യങ്ങളോ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സാമ്പിൾ പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് മാർക്കറ്റിൽ കസ്റ്റമേഴ്സിൽ പോവാണ്, അത് ആ പ്രൊഡക്റ്റിന് ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് നമുക്ക് നേരത്തെ കൂട്ടി അത് അനലൈസ് ചെയ്യാനോ ഐഡന്റിഫൈ ചെയ്യാനോ ഒക്കെ പറ്റിക്കഴിഞ്ഞാല് നമുക്ക് എന്താ ഈസി ആയിട്ട്, അതായത് 10 പേര് കംപ്ലൈന്റ് പറയുന്നതും 1000 പേര് കംപ്ലൈന്റ് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ 10 പേര് കംപ്ലൈന്റ് പറയുമ്പോൾ തന്നെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, അത് മാനേജ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എൻഷുവർ കംപ്ലയൻസ് ഇംപ്രൂവ്സ് ഓപ്പറേഷണൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യും, ബിസിനസിന്റെ ഗ്രോത്ത് വളർത്താൻ സാധിക്കും. അപ്പൊ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഓപ്പറേഷന്റെ റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്, അതേപോലെ തന്നെ സെയിൽസിലുള്ള റിസ്ക് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നെക്സ്റ്റ്, ഡിസ്കസ് എ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ ഇൻ എ ബിസിനസ് പ്ലാൻ. ഒരു ബിസിനസ് പ്ലാനില് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്, ഇപ്പൊ ഈ ടേംസ് ഒക്കെ എന്താ പറയാ ശ്രദ്ധിച്ച് പഠിക്കണമെങ്കിലേ മനസ്സിലാവുള്ളൂ. ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് അതൊരു എന്താ പറയാ ബിസിനസ് പ്ലാനിൽ വരുന്നതാണ്. അതായത് നമുക്കൊരു കമ്പനിയുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ, ലെൻഡേഴ്സിനെ അട്രാക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണ്. നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ആവശ്യമാണ്. നമ്മുടെ ഫണ്ടിങ് നീഡ്സ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും സ്ട്രാറ്റജിക് പ്ലാനിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും ഒക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ അതിന്റെ ഒരു എന്താ പറയാ പർപ്പസ് എന്ന് പറയുന്നത് അതാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഐട്രേറ്റീവ് ഡെവലപ്മെന്റ് ഇൻ പ്രോട്ടോടൈപ്പ് ക്രിയേഷൻ. പ്രോട്ടോടൈപ്പ് ക്രിയേഷനിൽ ഐട്രേറ്റീവ് ഡെവലപ്മെന്റിന്റെ റോൾ എന്താണ്? അപ്പോ ഐട്രേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നമ്മുടെ ഒരു ഇതിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പം ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഡിസൈനിങ് വരും, ബിൽഡിംഗ് വരും, ടെസ്റ്റിംഗ് വരും, റിഫൈനിങ് വരും. അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ഐട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ലൂപ്പ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് ഐട്രേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഒരു സ്റ്റാർട്ടപ്പ് ആണ്. അപ്പൊ അതിൽ എന്താണ്, ഫസ്റ്റ് അത് നമ്മൾ ഡിസൈൻ ചെയ്യും. ഡിസൈൻ ചെയ്തതിന് ശേഷം എന്താണ്, ചെറുതായിട്ട് അത് ബിൽഡ് ചെയ്യും. ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു സർക്യൂട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റോബോട്ടിക്സ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്തു, അത് ബിൽഡ് ചെയ്തു. എന്ത് ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്യണം അല്ലെ. ടെസ്റ്റ് ചെയ്തിട്ട് അപ്പൊ അതിൽ എന്തെങ്കിലും ഒക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് റിഫൈൻ ചെയ്തിട്ട് വീണ്ടും ചെയ്യും.
അങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കി അതിൽ എന്തെങ്കിലും വീണ്ടും ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനകത്ത് നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിലേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ നമുക്ക് ആഡ് ഓൺ ചെയ്യണം. അപ്പൊ വീണ്ടും എന്താണ് ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഐറ്ററേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രസീവ് റിഫൈൻമെന്റ് കൊണ്ടുവരാൻ പറ്റും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുക, ഫീഡ്ബാക്ക് എടുത്തിട്ട് വീണ്ടും വീണ്ടും നമുക്ക് അതിനകത്തേക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ റിസ്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഓരോ സ്റ്റേജിലും ഈ പറഞ്ഞ പോലെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ഫ്ലെക്സിബിൾ ആവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇന്നോവേഷൻ നമുക്ക് ഒന്നും കൂടെ ഫാസ്റ്റർ ആക്കാനും ഈ പറഞ്ഞ ഐറ്ററേറ്റീവ് ഡെവലപ്മെന്റ് വഴി നടക്കും. Next, what are the benefits of quality assurance in prototype development? Prototype development quality assurance benefits എന്താണ്? Quality assurance എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു എന്താ പറയാ ക്വാളിറ്റി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് വരുന്ന ഒന്ന് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഇഷ്യൂസ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ഏർലി ഡിറ്റക്ഷൻ ആണ്. അതിലിപ്പം ഡിസൈനിലായാലും യൂസബിലിറ്റിയിലോ ടെക്നിക്കൽ പ്രോബ്ലംസോ ഒക്കെ. പിന്നെ ഇംപ്രൂവ്ഡ് ഫംഗ്ഷനാലിറ്റി ആൻഡ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാം, യൂസർ സാറ്റിസ്ഫാക്ഷൻ ചെയ്യാം, ഡിസിഷൻ മേക്കിംഗ് ബെറ്റർ ആക്കും, റിലയബിൾ ആയിരിക്കും കുറച്ചും കൂടെ. പിന്നെ അതേപോലെ തന്നെ ഈ ഡെവലപ്മെന്റ് പ്രോസസ്സും എഫിഷ്യന്റ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ക്വാളിറ്റി അഷ്വറൻസ് നമ്മൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കിപ്പോ അതിന് എല്ലാ രീതിയിലും ഇപ്പോ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മാനുഫാക്ചറിങ്ങിലാണെങ്കിലും അതിന്റെ യൂസർ എൻഡിൽ യൂസബിലിറ്റിയിലാണെങ്കിലും എന്തെങ്കിലും ഒക്കെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടോ ഒക്കെ നമുക്ക് അതിന്റെ കൊണ്ടുവരാനും അതിന്റെ പെർഫോമൻസ് വൈസ് ഇംപ്രൂവ് ചെയ്യാനും യൂസർ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരാനും ഒക്കെ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ദ കീ എലമെന്റ്സ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡിസ്ക്രിപ്ഷൻ ഇൻ എ ബിസിനസ് പ്ലാൻ. ഒരു ബിസിനസ് പ്ലാനില് പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനും അതേപോലെ സർവീസ് ഡിസ്ക്രിപ്ഷനിലും വരുന്ന കീ എലമെന്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. അതായത് നമ്മൾ അതിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ കൊടുക്കണം. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്നുള്ളത്, അതിന്റെ നെയിമോ ഫീച്ചറോ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ബെനിഫിറ്റ്സും വാല്യൂ പ്രൊപ്പോസിഷനും എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് കൊണ്ട് അതിന്റെ യൂസേഴ്സിന് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ്. പിന്നെ നമ്മളെ ആരെയാണ് ഇത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്, ആരാണ് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ആർക്കൊക്കെയാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അത് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പാറ്റന്റോ ട്രേഡ് മാർക്കോ കോപ്പിറൈറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അത് നമ്മൾ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ, നമ്മൾ ഷോപ്പ് വഴിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ ആ ഒരു മെത്തേഡ് പറയാം. പിന്നെ നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജി പറയാം, എത്രയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്, ഇപ്പൊ ഓൺലൈൻ ആണെങ്കിൽ ഡെലിവറി ചാർജസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങള്. പിന്നെ ഫ്യൂച്ചർ പ്രൊഡക്ട്സ്, നമ്മളിപ്പം പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും അപ്ഗ്രഡേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ, എന്തെങ്കിലും കോംപ്ലിമെന്ററി ഓഫറിംഗ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ സ്പെസിഫൈ ചെയ്യാം. Next, explain the steps involved in preparing a prototype development plan. ഒരു prototype development planൽ വരുന്ന steps എന്തൊക്കെയാണ്? ഇത് important ആയിട്ടുള്ള ഒരു question ആണ്. ഫസ്റ്റ് അതിന്റെ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യണം. പിന്നെ മാർക്കറ്റ് ആൻഡ് ടെക്നിക്കൽ റിസർച്ച് ചെയ്യണം. കീ ഫീച്ചേഴ്സ് ഔട്ട്ലൈൻ ചെയ്യണം. ഇനിഷ്യൽ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിലേക്ക് വേണ്ട മെറ്റീരിയൽസും ടൂൾസ് സെലക്ട് ചെയ്യുക, പ്രോട്ടോടൈപ്പ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, എവാലുവേറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക, റിഫൈൻ ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. പിന്നെ പ്രൊഡക്ഷൻ സ്കെയിലിങ്ങിനുള്ള പ്ലാൻ ഉണ്ടാക്കുക. അതായത് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ വരുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് സർവീസ് ആണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതിന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അതാണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാർക്കറ്റ് സ്റ്റഡി നടത്തുക, റിസർച്ച് നടത്തുക. അതായത് ഓൾറെഡി ഇതിന് നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന് ഉണ്ടെങ്കിൽ അവര് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, അത് നമ്മൾ ഓവർകം ചെയ്യുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ കൊടുക്കാത്ത എന്തെങ്കിലും ഫീച്ചർ നമ്മൾ കൊടുക്കുകയാണോ, അതിനെ റിസർച്ച് ചെയ്യണം. പിന്നെ നമ്മുടെ കീ ഫീച്ചേഴ്സ്, നമ്മുടെ ഫംഗ്ഷനാലിറ്റി, നമ്മുടെ കമ്പോണൻസ് അത് എന്തൊക്കെയാണെന്നുള്ളത് ഔട്ട്ലൈൻ ചെയ്യുക, ഡിസൈൻ ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ടൂൾസും എന്തൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക, അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, ടെസ്റ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് നമ്മൾ അത് റിഫൈൻ ചെയ്യുക, വീണ്ടും ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെ അത് പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരിക. അതാണ് സ്റ്റെപ്സ്.
ഇത് മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഹൗ മാർക്കറ്റ് അനാലിസിസ് ഇൻഫ്ലുവൻസ് എ ബിസിനസ് പ്ലാൻ. നമ്മൾ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നത് എങ്ങനെ ബിസിനസ് പ്ലാനിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൽ നമുക്ക് എന്താണ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ടാർഗറ്റ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യാനും മാർക്കറ്റിലെ ഡിമാൻഡ് മനസ്സിലാക്കാനും കോമ്പറ്റീഷൻ മനസ്സിലാക്കാനും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സെയിൽസ് സ്ട്രാറ്റജീസ് ഗൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അത് പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ബിസിനസ് പ്ലാനിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, കുറച്ചും കൂടെ നമ്മൾ ഈ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ബിസിനസ് പ്ലാൻ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതല്ലെങ്കിൽ നമ്മൾ ഫണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, and the last question, discuss the importance of documentation in prototype development. Prototype development ൽ നമ്മൾ ഡോക്യുമെന്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. സോ ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള കംപ്ലീറ്റ് പ്രോസസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും അത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഡോക്യുമെന്റ്സ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്ന ട്രാക്സ് പ്രോഗ്രസ് ആൻഡ് ഡിസിഷൻസ്. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന എന്തെങ്കിലും ഡിസിഷൻസോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോ ഓരോ വർഷം നമുക്ക് എത്രയാണ് ബിസിനസ്സിൽ ടേൺ ഓവർ വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പുതിയ പുതിയ ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും നമ്മൾ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത്, അതെന്തെങ്കിലും ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിനു വേണ്ടി ചെയ്തതാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം. പിന്നെ ടീം കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമ്മളിപ്പം നമുക്കറിയാം വലിയ വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ഒരു ഹൈറാർക്കിയൽ ഓർഡറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വിളിക്കുന്നത്. അപ്പോൾ വലിയ ഡിസിഷൻസ് ആണെങ്കിലും അത് എല്ലാ മെമ്പേഴ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പൊ ഡോക്യുമെന്റേഷൻ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ടെസ്റ്റിംഗ് ഫീഡ്ബാക്ക് സപ്പോർട്ട് ചെയ്യും. എന്താ പറയാ, കൃത്യമായിട്ട് എല്ലാം വെൽ ഡോക്യുമെന്റഡ് ആണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈസസ് ഹാൻഡ് ഓവർ ഓർ സ്കെയിലിംഗ്. ഹാൻഡ് ഓവർ ഓർ സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസ് നമ്മൾ വേറെ ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അവിടെയും ഈ ഡോക്യുമെന്റേഷൻ പാർട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അതേപോലെ ഫൈനൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിനെയും നല്ല രീതിക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡോക്യുമെന്റേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.